പതിവ് പോലെ രാവിലെ തന്നെ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉറക്കം എണീച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഗാർഡനിലൊക്കെ ഒന്ന് നടക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടേ അടുക്കളയിൽ പോലും കയറാറുള്ളൂ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ എടുത്തു വെച്ച വീഡിയോസിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ജംബോ വെറൈറ്റിയാണിത്, 10 മണിയുടെ. അപ്പോൾ അതിൽ അത്യാവശ്യം ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തലപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ അടുത്ത് വീണ്ടും അതിൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇത് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഫിലോഡൻഡ്രോണാണ്. അതിൽ ഇലകളിലൊക്കെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെന്തായാലും ഒന്ന് പുറത്ത് കൊണ്ടുപോയി നന്നായിട്ട് ഓസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അത് പഴയ സ്ഥാനത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അടുത്തതാ ഇൻഡോറായിട്ട് തന്നെ സെറ്റ് ചെയ്തേക്കുന്ന ക്രിപ്താന്തസാണ്. ഇപ്പോൾ ഈ ഒരു ക്രിപ്താന്തസ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ട് ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി. പ്ലാന്റിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല, നല്ലതായിട്ട് വളരുന്നുണ്ട്. ഇവിടെ ഇരുന്ന് തന്നെ ഫ്ലവേഴ്സും ഇതിനകത്ത് ആവാറുണ്ട്. അപ്പോൾ കുറച്ച് ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് പോട്ടിംഗ് മിക്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് പഴയ സ്ഥാനത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ്, കിലുക്കിച്ചെടി എന്നൊക്കെ അറിയപ്പെടുന്ന ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഒരു യെല്ലോ കളറിലുള്ള ഫ്ലവറാണ്. അപ്പോൾ ഇത് ബട്ടർഫ്ലൈസിനെ ആകർഷിക്കുമെന്ന് പറയുന്നത് ശരിയാണ് കേട്ടോ. ഇത് ഒരുപാട് ബട്ടർഫ്ലൈസ് ഇവിടെ വന്നിരുന്ന് മുട്ടയിട്ടിട്ട് പോകാറുണ്ട്. ഈ ഒരു പുഴു വിരിഞ്ഞാണ് ഇനി ഒരുപാട് ബട്ടർഫ്ലൈസിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. അതുപോലെ ഈ പ്ലാന്റ്സിൻ്റെ കുറച്ച് സീഡ്സുകൾ നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സീഡ്സുകളൊക്കെ നമുക്കൊന്ന് കുറച്ച് കളക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് ആ ഒരു തണ്ടിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നാളെ നമുക്ക് കുറച്ച് അയക്കാനും ഉണ്ട്. ഇത് പിറ്റേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ഒരു 2 പൈപ്പ് കുഴിച്ച് നിർത്തിയിട്ട് നമ്മളൊരു ആർച്ച് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു സൈഡിൽ മോർണിംഗ് ഗ്ലോറിയും മറ്റേ സൈഡിൽ ബ്ലാക്ക് ഐഡ് സൂസനുമാണ് നട്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 9-10 മാസമായിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് ഇവിടെ വെച്ചിട്ട്. ഈ ഒരു മോർണിംഗ് ഗ്ലോറി ആണെങ്കിൽ 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. ആദ്യത്തെ പ്ലാന്റ് നട്ട് അത് കരിഞ്ഞു പോയിട്ട് അതിൻ്റെ സീഡ്സൊക്കെ വീണ് രണ്ടാമതിപ്പോൾ പിടിച്ച് വന്നിട്ടുള്ള പ്ലാന്റാണ്. ഇന്നിപ്പോൾ ഫ്ലവർ കുറവാണ് കേട്ടോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ഉണ്ടാകാറുണ്ട്. ഈ ഒരു ബ്ലാക്ക് ഐഡ് സൂസൻ ആണെങ്കിൽ 1 വർഷമായിട്ട് ഇത്രയായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് പടർത്തി കൊടുക്കണം. ഈ ഒരു ചെമ്പകവും നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ഫ്ലവർ വിരിഞ്ഞിട്ടുള്ളതാണ്. ഇത് ഞാൻ മുന്നേ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. കുറച്ച് മൂൺ ക്യാപ്റ്റസിൻ്റെ പപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളാണ്. ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു കട്ടിങ്സും അതുപോലെ ഒരു സെല്ലോ ടേപ്പും മാത്രം മതിയാകും നമുക്കിത് ഗ്രാഫ്റ്റ് ചെയ്യാൻ. അതുപോലെ കുറച്ച് സർക്കുലൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു ട്രീ ടൈപ്പ് സർക്കുലൻസ് ആണ്, കുറച്ച് ഹൈറ്റ് വെച്ച് പോകുന്ന സർക്കുലൻ വെറൈറ്റീസാണ്. ഇത് ജെയ്ഡ് പ്ലാന്റ് ആണ് കേട്ടോ. അതുപോലെ ഇതിലിരിക്കുന്നതെല്ലാം ചെറിയ ബേബി പ്ലാന്റ്സുകളാണ്, സർക്കുലൻസിൻ്റെ ചെറിയ ബേബി പ്ലാന്റ്സുകളാണ്. അപ്പോൾ നമുക്ക് വെള്ളം അധികം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് സർക്കുലൻസ് കേട്ടോ. ആദ്യമൊന്നും എനിക്കിത് അത്ര നല്ല രീതിയിൽ വരത്തില്ലായിരുന്നു. പ്ലാന്റ്സ് എല്ലാം പെട്ടെന്ന് അഴുകി പോകുമായിരുന്നു വെള്ളം കൂടിയതുകൊണ്ട്. അപ്പോൾ ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ മുന്നേ ഞാൻ വാങ്ങിയതാണ്. ഇത് നമ്മുടെ ജോൺഷാസ് വേർഡിലെ സുബി ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. അത് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കണ്ട ചെറിയ ചെറിയ ബ്രാഞ്ചസൊക്കെ വന്നിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.